ഇപ്പം നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ ആളുകൾ ദേഷ്യം വന്നാൽ വളരെ കടുത്ത ഭാഷ, ഇപ്പോൾ സാറ് തന്നെ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ താങ്കളുടെ സിനിമയിൽ പട്ടി എന്ന് പോലും ക്യാരക്ടേഴ്സിനെ കൊണ്ട് വിളിപ്പിക്കാൻ അറിയില്ല. അപ്പം എൻ്റെ സിനിമയിൽ പറയുന്നത് മാത്രമല്ല, പണ്ട് ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഏതോ ഒരു സിനിമയിൽ എടാ പട്ടി എന്നൊരു സംഭാഷണം എഴുതി വെച്ചു. നസീർ സാറിന് വായിച്ചു കൊടുത്തപ്പോൾ നസീർ സാർ പറഞ്ഞു, ഞാൻ പട്ടിയൊന്നും വിളിക്കില്ല, ഞാൻ പട്ടിയൊന്നും വിളിച്ചാൽ ആൾക്ക് ഇഷ്ടപ്പെടില്ല. എന്തോന്നത് പട്ടിയെ? അത് ഞാൻ വിളിക്കില്ല, അത് വിളിച്ചില്ല. അതാ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണത്. അത് അവരുടെ അവകാശം. അത് തീർച്ചയായിട്ടും അതെ. പക്ഷേ ഇന്നത്തെ പല നമ്മുടെ വലിയ വലിയ താരങ്ങളടക്കം ശരിക്കും വല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സിനിമയെ ബഹിഷ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആദ്യമേ പറഞ്ഞ ആ പ്രതിസന്ധി എന്ന് പറയുന്ന കാരണം, ജനങ്ങൾ സിനിമയെ ഉപേക്ഷിക്കാൻ തുടങ്ങാനുള്ള ഒരു കാരണം അതും കൂടെയാണ്. കാരണം കുടുംബസമേതം പോയിട്ട് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഇത്തരം തോന്നിവാസങ്ങൾ, കഥാപാത്രങ്ങൾ വിളിച്ച് പറയുക, ആഭാസങ്ങൾ വിളിച്ച് പറയുക, ആഭാസങ്ങൾ കാണിക്കുക എന്നൊക്കെ പറയും ജനങ്ങൾ. നാച്ചുറലി അവർ സിനിമയെ ഉപേക്ഷിക്കും. നമ്മളതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല സിനിമ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ധന്യമാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണ്ടേ? നല്ല സിനിമ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സിനിമാ സങ്കല്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്, നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല. നല്ലതിനെ നമ്മൾ കാണിക്കുക ജനങ്ങളിലേക്ക്, നല്ല വശം. അപ്പോൾ ശരിയും തെറ്റുണ്ടാവും, അനുഭവങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷേ മൊത്തത്തിൽ നമ്മളൊരു ടോട്ടൽ ഫിലിം എടുക്കുമ്പോൾ അതിൽ നന്മയുടെ അംശം അധികമായിട്ട് കാണിച്ച ജനങ്ങൾ കാണുന്നുണ്ട്. എത്രയോ സിനിമകൾ ജനങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പും. പിന്നെ സിനിമാ രംഗത്ത് എത്രയോ സിനിമകൾ നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത്, നല്ല കാര്യങ്ങൾ പറയുന്നു, നല്ല കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇപ്പം മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, നായകൻ എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ നല്ലയാളെന്നുള്ളതാണ് പഴയ സങ്കല്പം. ഇപ്പോൾ വേണമെങ്കിൽ അതിന് പുതുമ എന്ന് പറയാം, അല്ലെങ്കിൽ മോഡേൺ ട്രെൻഡ് എന്നൊക്കെ പറയാം. നായകൻ എന്ന് പറഞ്ഞാൽ നല്ലയാളെന്നുള്ളത്, അത് ആ സങ്കല്പം ഒന്നും മാറ്റിയിട്ടൊരു കാര്യമില്ല. അത് നല്ല ആ നായകൻ ഇപ്പം എന്താ മനുഷ്യനല്ലേ, അയാൾക്ക് എന്താ മദ്യപിച്ചൂടെ, തോന്നിവാസം കാണിച്ചൂടെ എന്ന് ചോദിച്ചില്ല. ആ ചിന്തയിലേക്ക് നമ്മൾ പോകുന്ന തെറ്റാണ്. അതൊക്കെ മാറ്റിയതാണെന്ന് വാസ്തവത്തിൽ. ഇപ്പം ഞാൻ പറയാം, നമ്മൾ എഴുത്തുകാരനോ അല്ലെങ്കിൽ സംവിധായകനോ സിനിമയെ പറ്റി ന്യായീകരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താ സംഭവിക്കുന്നതെന്ന് സിനിമയിൽ എന്നുള്ളത് പ്രേക്ഷകനോട് ചോദിക്കും, അവർ പറഞ്ഞു തരും. ഒരു സിനിമ കണ്ടിറങ്ങി പോകുമ്പോൾ, പലപ്പോഴും ഞാൻ സിനിമ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്, എല്ലാ ഭാഷയിലുള്ള സിനിമകൾ കണ്ടിറങ്ങി പോകുമ്പോൾ അവരോട് ചോദിക്കും. അവരിപ്പം നമ്മളെ മലബാരൻ ഭാഷയിൽ പറയാൻ കത്തിയാടാന്ന് പറയും. ക്യൂവിൽ നിൽക്കുന്നവരോട് എടാ നീ സിനിമ കാണണ്ടടാ, നീ പോയി ക്യാരം ബോർഡ് കളിച്ചോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ രീതിയിലേക്ക് ജനങ്ങളെ പ്രതികരിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ നമ്മൾ ഉണ്ടാക്കി, ഞാനും ശ്രീനിവാസനും എല്ലാവരും അടങ്ങുന്ന സിനിമ. ഇതാണ് ഇന്ന് സിനിമയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ ശരിക്കും മൊത്തത്തിൽ ഞാൻ പറഞ്ഞാൽ മുമ്പൊക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ഈ കാലഘട്ടം പറഞ്ഞുകൊണ്ടാണ്, മുമ്പൊക്കെ ഞാൻ ഇന്ത്യൻ ഫിലിമിനെ തന്നെ പറ്റി പറയുകയാണ്. ഒരു സിനിമ വരുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ബാനറിനാണ്. ഇപ്പോൾ ബിമൽ റോയിൻ്റെ ബാനർ, പിന്നെ ശാന്താറാമിൻ്റെ ബാനർ, ഗുരുദത്തിൻ്റെ ബാനർ, അതേപോലെ നമുക്കുണ്ടായിരുന്നു മഞ്ഞുലാസിൻ്റെ ബാനർ, ജയമാർജി പ്രൊഡക്ഷൻസ്, അല്ലെങ്കിൽ ഉദയ, അല്ലെങ്കിൽ മെരിലാൻഡ്. ഈ ബാനർ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ നടന്മാരുടെ ബാനർ പറയാം, അല്ലെങ്കിൽ സംവിധായകന്മാരുടെ പേര് പറയാം. ഇന്നിപ്പോൾ ഏത് ബാനറിനെ കാത്തിരിക്കണം ജനങ്ങൾ? ഒരു ബാനറിനെ വിശ്വാസമില്ല. സിനിമ വരട്ടെ, നോക്കാൻ 2 ആഴ്ച കഴിയട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സിനിമ മേക്കേഴ്സിലുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെടും. ശരിയാണ്. ആ വിശ്വാസം നമ്മൾ വീണ്ടെടുക്കണം. ഒരു പ്രശ്നമില്ല, സിനിമയൊന്നും ആരും ഉപേക്ഷിച്ചിട്ടില്ല, സിനിമ കാണാൻ ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ പല സിനിമകളും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലും. പക്ഷേ ഓടുന്ന സിനിമകളുടെ എണ്ണം കുറഞ്ഞെന്ന് മാത്രമാണ് ഇപ്പോഴുള്ള പ്രശ്നം. അത് കൂട്ടണമെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ട വിശ്വാസം നമ്മൾ വീണ്ടെടുക്കും.